ശിവതാണ്ഡവ സ്തോത്രം രാവണൻ ആദ്യമായി ആലപിച്ചത് സ്വന്തം ശരീരത്തിലെ ഞരമ്പുകൾ ഉപയോഗിച്ച് നിർമ്മിച്ച വീണയുടെ തന്ത്രികളിൽ സ്പർശിച്ചായിരുന്നു. രാവണൻ മഹാദേവനോടുള്ള തന്റെ അഗാധമായ ഭക്തിയാൽ പ്രശസ്തനാണ്. കൈലാസത്തിൽ ഭഗവാനോടൊപ്പം വസിക്കാൻ ആഗ്രഹിച്ച രാവണൻ പക്ഷെ ലങ്ക വിട്ടു പോകാൻ തയ്യാറായിരുന്നില്ല. അതിനാൽ സ്വന്തം ശക്തിയിൽ വിശ്വസിച്ച് രാവണൻ കൈലാസ പർവ്വതം മുഴുവനായി ഉയർത്താൻ ശ്രമിച്ചു. എന്നാൽ മഹാദേവൻ തന്റെ കാൽ വിരലൊന്നും മാത്രം അമർത്തിയപ്പോൾ രാവണൻ പർവ്വതത്തിനും ഭൂമിക്കും ഇടയിൽ ഞെരുങ്ങിപ്പോയി. ആഴത്തിലുള്ള വേദനയിലും രാവണൻ നിലവിളിക്കുകയോ കരയുകയോ ചെയ്തില്ല. പകരം മഹാദേവനെ പ്രകീർത്തിച്ചുകൊണ്ട് ശിവതാണ്ഡവ സ്തോത്രം ആലപിച്ചു. ജടാതവി ഗലജ്ജല പ്രവാഹ പാവിതസ്ഥലേ ഗലേവലംബ്യലാംബിതാം ഭുജംഗതുംഗമാലികാം എന്ന് തുടങ്ങുന്ന ഈ സ്തോത്രം മഹാദേവന്റെ ഡമരുവിന്റെ താളവുമായി ഇഴചേർന്നതാണ്. ഡമരുവിന്റെ രൂപം അനന്തതയുടെ പ്രതീകമാണ്. ഇത് ഈ സ്തോത്രത്തിന് കൂടുതൽ ആത്മീയമായ ആഴം നൽകുന്നു. ശിവതാണ്ഡവ സ്തോത്രം നമുക്ക് ചുറ്റും എന്ത് സംഭവിച്ചാലും പ്രപഞ്ചത്തെ മുഴുവൻ നിയന്ത്രിക്കുന്നത് മഹാദേവനാണെന്ന സത്യം ഓർമ്മിപ്പിക്കുന്നു. ഇത് ഭക്തിയുടെയും അചഞ്ചലമായ വിശ്വാസത്തിന്റെയും ഉദാഹരണമാണ്. കഥ ഇഷ്ടമായാൽ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്ത് കമന്റ് ബോക്സിൽ ഹർ ഹർ മഹാദേവ് ടൈപ്പ് ചെയ്യൂ. ഹർ ഹർ മഹാദേവ്.